അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി കാനഡ. $20 ബില്യൺ മൂല്യമുള്ള 700ഓളം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലാണ് തീരുവ ചുമത്തിയത്. സെപ്റ്റംബർ 8 മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. 700 ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 50% വരെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ പ്രതികാര നടപടി. ശനിയാഴ്ച മുതൽ ഈ തീരുവ പ്രാബല്യത്തിൽ വന്നിരുന്നു. പുതിയ തീരുവ ഒഴിവാക്കുന്നതിനായി ഒട്ടാവയും വാഷിംഗ്ടണും സംയുക്തമായി നടത്തിയ ചർച്ചകൾ ധാരണയിലെത്താതെ അവസാനിച്ചതോടെയാണ് കാനഡ തിരിച്ചടിച്ചത്. ഉൽപ്പന്നങ്ങളുടെ വിഭാഗം അനുസരിച്ച് വ്യത്യസ്ത നിരക്കുകളിലാണ് കാനഡ തീരുവ ചുമത്തുന്നത്. സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 50% വരെ തീരുവയുണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന 25% നിരക്ക് കാനഡ ഇരട്ടിയാക്കുകയായിരുന്നു. അലൂമിനിയം, ഫർണിച്ചർ, വസ്ത്രങ്ങൾ തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങൾക്കും 50% വരെ തീരുവ ബാധകമാകും. ചീസ്, വീട്ടുപകരണങ്ങൾ, ചില സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 25% തീരുവയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ഉപകരണങ്ങൾക്കും 15% തീരുവയുമാണ് ഏർപ്പെടുത്തുന്നത്. അമേരിക്കൻ കാർഷിക ഉപകരണങ്ങൾ, ഫർണിച്ചർ, പേപ്പർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും പുതിയ തീരുവയുടെ പരിധിയിൽ വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് തീരുവ നടപടിയെന്ന് വിവരങ്ങളുണ്ട്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ 70% അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. എന്നാൽ ട്രംപ് കരുതുന്നതുപോലെ കാനഡ അത്ര നിസ്സാരക്കാരല്ല. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ 26 എണ്ണത്തിന്റെയും ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കാനഡയാണ്. 45 സംസ്ഥാനങ്ങളുടെ ആദ്യ 3 വിപണികളിൽ കാനഡ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ട്രംപിന്റെ താരിഫ് തീരുമാനങ്ങളെ പ്രതിരോധിക്കാൻ കാനഡ പൂർണ്ണ സജ്ജമാണ്. കനേഡിയൻ ജനതയും സ്വന്തം സർക്കാരിന്റെ ഈ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ ജീവിതത്തെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം കാനഡയുടെ ഊർജ്ജ മേഖലയാണ്. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് കാനഡയിൽ നിന്നാണ്. അമേരിക്കയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 60% പങ്കും ഒട്ടാവയാണ് നൽകുന്നത്. ഈ ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടാൽ അമേരിക്കൻ വ്യവസായ മേഖല സ്തംഭിക്കും. എണ്ണയും വൈദ്യുതിയും മാത്രമല്ല, കൃഷിക്ക് ആവശ്യമായ പൊട്ടാഷിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിതരണക്കാരും കാനഡയാണ്. പൊട്ടാഷില്ലാതെ അമേരിക്കയിലെ കർഷകർക്ക് വിളവിറക്കാൻ സാധിക്കില്ല. അമേരിക്കൻ കാറുകൾ ഓടിക്കാൻ എണ്ണയും അവരുടെ കൃഷിയിടങ്ങളിൽ പഴങ്ങളും പച്ചക്കറികളും വിളയിക്കാൻ പൊട്ടാഷും കാനഡ നൽകേണ്ടി വരുമെന്ന ഫോർഡിന്റെ പ്രസ്താവന അമേരിക്ക നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും ഹരിതോർജ്ജ വ്യവസായങ്ങൾക്കും അത്യാവശ്യമായ ലിഥിയം, നിക്കൽ, ഗ്രാഫൈറ്റ് തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വൻ ശേഖരം കാനഡയിലുണ്ട്. അമേരിക്കൻ ടെക് കമ്പനികളും ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും ഈ ധാതുക്കൾക്കായി കാനഡയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ ധാതുക്കളുടെ കയറ്റുമതിയിൽ കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ സാങ്കേതിക മേഖല വലിയ പ്രതിസന്ധിയിലാകും. കാനഡയുമായുള്ള ഈ വ്യാപാര യുദ്ധം ട്രംപിന് സ്വന്തം നാട്ടിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന അമേരിക്കയുടെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇത് വലിയ വെല്ലുവിളിയായി മാറും. കാനഡയുമായി അടുത്ത വ്യാപാര ബന്ധമുള്ള മിഷിഗൺ, മെയിൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ശക്തമായ സെനറ്റ് മത്സരങ്ങൾ നടക്കുന്നത്. താരിഫുകൾ കാരണം അമേരിക്കൻ കുടുംബങ്ങൾക്ക് പ്രതിവർഷം ശരാശരി $1,100 അധിക ചെലവ് വരുന്നത്. തടി, ഫർണിച്ചർ, പൂക്കൾ, മീൻപിടുത്ത ഉപകരണങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നത് അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഈ വ്യാപാര യുദ്ധത്തിൽ കാനഡയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാനഡയുടെ GDPയിൽ 0.3% മുതൽ 0.6% വരെ കുറവുണ്ടായേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നു. എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക താൽപര്യങ്ങളും സംരക്ഷിക്കാൻ 76% കനേഡിയന്മാരും ഒട്ടാവയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.